ഈ മഴ കടുത്തു വരുന്ന അവസരത്തിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് സ്കൂളുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ എൻ്റെ ഒരു ആലോചനയിൽ ചില വിദ്യാഭ്യാസ പണ്ഡിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് പൊതുവിൽ അതൊരു കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലുള്ളതാണ് ഈ അവധി ദിവസവും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയാൽ ജൂൺ ജൂലൈ ആണ് അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നത്. ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ ജൂൺ ഇപ്രാവശ്യം ക്ലാസ് ആരംഭിച്ച ജൂൺ മാസം 2-ാം തീയതി. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നൊരു പ്രശ്നം സമൂഹം ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. സമൂഹം ചർച്ച ചെയ്യണം, രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചർച്ച ചെയ്യണം, നാട്ടുകാർ ചർച്ച ചെയ്യണം, രക്ഷകർത്താക്കൾ ചർച്ച ചെയ്യണം. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴയുടെ മാസം എന്ന് പറയുന്നത്. അപ്പം ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകും. ഒന്ന്, രക്ഷകർത്താക്കൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. കുട്ടികൾ മഴ നനഞ്ഞുണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ജില്ലാ കളക്ടർ രാത്രി എത്ര മണിക്കാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ച് കൊണ്ട് രക്ഷകർത്താക്കൾ വിളിക്കുന്നതിനെ ഉറക്കമൊഴിഞ്ഞിരിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അവസാനം അങ്ങനെ കുറേ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്നു. പല സ്കൂളുകളും അവധി കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഈ മഴ കടുത്തു വരുന്ന അവസരത്തിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് സ്കൂളുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ എൻ്റെ ഒരു ആലോചനയിൽ ചില വിദ്യാഭ്യാസ പണ്ഡിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് ഇപ്പോഴേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ചർച്ച വേണ്ട. നമുക്ക് ഇത് ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ പ്രവർത്തനങ്ങളും ചർച്ചയിലൂടെയാണ് പരിഹാരം കണ്ടെത്തുന്നത്. ഇതൊന്നും ഒരു ചർച്ച ചെയ്ത ശേഷം ഇത് നമുക്ക് ഗവൺമെൻറ് ആലോചിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി മാത്രമേ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ മെറിറ്റും ഡീമെറിറ്റും ഈ കാര്യത്തിലുണ്ടെന്ന കാര്യം പറയാം. മറ്റേത് ഇത് ആകുമ്പം ഏപ്രിൽ മെയ് ആകുമ്പോൾ വേറെ പ്രശ്നം വരും, കുറച്ച് ചൂടിൻ്റെ പ്രശ്നം വരും. കൊച്ചുമക്കളാണല്ലോ, അവർക്ക് അത്ര ഒരു പ്രശ്നം വരില്ല. എന്നാലും ചൂട് കാലഘട്ടമല്ലേ അത്, അല്ലേ? ചൂട് കാലഘട്ടം കാരണം അതൊരു നമുക്ക് താങ്ങാൻ കഴിയാത്തുള്ള നിലയിൽ ചൂടൊന്നുമായിട്ട് തോന്നിയിട്ടില്ല. ചില അവസരങ്ങൾ മാത്രമേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഞാനീ പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാണ്. ഇതൊരു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്. ഇനി നാളെ മുതൽ ഈ ടി വിയിൽ ഇങ്ങനെ ജൂൺ ജൂലൈ മാസത്തെ അവധി മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്ത അടിച്ചു വന്ന് പിന്നെ ഇന്ന് മുതൽ ഇനി സമരം ആരംഭിക്കുന്ന, നാളെ മുതൽ ഇനി മുദ്രാവാക്യം വിളിക്കണം, മെമ്പറിനെ എനിക്ക് ഇല്ല ഒന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എവിടെ പ്രസംഗിച്ചു, 1-2 സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. സ്കൂളുകളിൽ പ്രസംഗിച്ചിട്ട് ഞാൻ കൈവക്കാൻ പറഞ്ഞാൽ എല്ലാവരും കൈവക്കി.